ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോണത് നമ്മൾ പാർട്ട് 3 വീഡിയോ ആയിട്ടോ. കിഡ്നിയുടെ പാർട്ടാണ് നമ്മളിപ്പോൾ നോക്കണത്. ജസ്റ്റ് നമ്മൾ ഏത് പാർട്ടാണ് കവർ ചെയ്യുന്നത് പറഞ്ഞുതരാം. എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമോസ്റ്റാറ്റിസ് ആണ്, 5th ചാപ്റ്ററാണ്. 9th 5th ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കവർ ചെയ്യണത്. സോ നമുക്ക് നോക്കാം. കിഡ്നിയുടെ ഭാഗമാണ്. പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1ഉം 2ഉം പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിഡ്നീനെ പറ്റി നോക്കാം. Kidney are the major excretory organ in the human beings. Kidney are the organ which filter urea, vitamin, salt and other substances harmful to our human body from blood and expels them through urine. ഓക്കെ, കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു മേജർ പാർട്ട് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻ ആണല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ യൂറിയ, വിറ്റാമിൻ, സാൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഹാംഫുൾ ടു അവർ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ഒരു ലെവൽ വരെ, ഒരു ലിമിറ്റ് വരെ നല്ലതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബോഡിക്ക് ഹാംഫുള്ളാണ്. എന്തിന്? വാട്ടർ വരെ ബോഡിക്ക് ഹാംഫുള്ളായിട്ട് മാറുന്നു. സോ നമ്മളുടെ ഇതിൽ ഫിൽറ്റർ ചെയ്തിട്ട് യൂറിയ, വിറ്റാമിൻസ്, സാൾട്ട് അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കിഡ്നി ചെയ്യുന്നത് അല്ലേ. ഹാംഫുൾ സബ്സ്റ്റൻസസ് കളയുക ടു ദ ഹ്യൂമൻ ബോഡി ഫ്രം ദ ബ്ലഡിലൂടെ എക്സ്പെൽസ് ത്രൂ യൂറിൻ വഴി എക്സ്പെൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിഡ്നിയുടെ പാർട്സ് നോക്കാം. അതിൽ നീല കളറിൽ കാണുന്നത് റെറ്റിനൽ വെയിൻ, പിന്നെ കിഡ്നി 2 ബീൻ ഷേപ്ഡ് ആയിട്ടുള്ളതാണ് കിഡ്നി. പിന്നെ റെറ്റിനൽ ആർട്ടറി ഉണ്ട്, യൂറീറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യുറീത്ര വഴിയാണ് യൂറിൻ ഔട്ട് ചെയ്യുന്നത്. അതേപോലെ യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. പിന്നെ അത് ലിമിറ്റ് ഇല്ല എന്ന് വെച്ചാൽ അത് നിറഞ്ഞു കഴിഞ്ഞാലാണ് യുറീത്ര വഴി പുറത്തേക്ക് പോകുന്നത്. ബാക്കി ഇങ്ങനെ ഓരോന്ന് പ്രോസസ്സ് ചെയ്ത് പതുക്കെ ഇതിൽ യൂറിനറി ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. പിന്നെ അത് ആ ഒരു ലിമിറ്റ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ യുറീത്ര വഴി പാസ് ഔട്ട് ആവും, അതിൻ്റെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് എന്താണ് കിഡ്നി എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പൊസിഷൻസ്. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് എല്ലാം ഞാൻ പറയണത് കേട്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കണം. സോ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതേപോലെ ഫ്ലോ ചാർട്ട് തന്നിട്ട് 1, 2, 3, 4 അങ്ങനെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. സോ നമുക്ക് ഈ പാരഗ്രാഫ് അറിഞ്ഞിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് ഹാവ് എ പെയർ ഓഫ് കിഡ്നി. പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം, ഒരു കിഡ്നി അല്ല 2 കിഡ്നി ഉണ്ട്. എ പെയർ ഓഫ് എ കിഡ്നി, ദേ ആർ ബീൻ ഷേപ്ഡ്. എന്ത് ഷേപ്പാണ്? ബീൻ ഷേപ്ഡ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ വെർട്ടിബിൾ കോളത്തിൻ്റെ അബ്ഡോമിനൽ ക്യാവിറ്റി ആയിട്ടാണ് വരുന്നത്. അതർ സൈഡ് ഓഫ് ദ വെർട്ടിബിൾ കോളത്തിൻ്റെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് പ്രസൻറ്റ് ആകുന്നത്. കമ്പയർ ടു ദ റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് കിഡ്നി ഈസ് ലൊക്കേറ്റഡ് സൈഡ് ഹൈർ. റൈറ്റ് കിഡ്നി നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് കിഡ്നി കുറച്ചും കൂടി മുകളിലേക്ക് പൊന്തി നിൽക്കുകയാണ്. ഈച്ച് കിഡ്നി ഈസ് കവർഡ് ബൈ എ സ്ട്രോങ് ബട്ട് സോഫ്റ്റ് മെമ്പറൻസ്. സ്ട്രോങ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സോഫ്റ്റ് മെമ്പറൻസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് കിഡ്നി ഉണ്ട്, ബീൻ ഷേപ്ഡ് ആണ്. എന്താ പറയുക, ലെഫ്റ്റ് വണ്ണ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ റൈറ്റ് വൺ. അത് കവർ ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ആണ്, ബട്ട് സോഫ്റ്റ് മെമ്പറൻസ് കൊണ്ടും കവർ ചെയ്തിട്ടുണ്ട്. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ എന്താ പറയുക, അത് സൈഡ് ഓഫ് ദ വെർട്ടിബിൾ കോളത്തിലാണ് കിഡ്നി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അതിൽ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരാം. ബ്ലഡ് വിത്ത് ഹൈ പ്രഷർ റീച്ചസ് ദ കിഡ്നി. ബ്ലഡ് എന്ന് വെച്ചാൽ നല്ല ഹൈ പ്രഷറായിട്ടുള്ള ബ്ലഡ് കിഡ്നിയിലെത്തുന്നു ത്രൂ ദ റെറ്റിനൽ ആർട്ടറി വഴി. ആർട്ടറി അറിയില്ല, നമ്മുടെ ബ്ലഡ് ക്യാരി ചെയ്ത് ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ആർട്ടിയയിൽ എത്തിയിട്ട് അയോട്ടയുടെ ബ്രാഞ്ചാണ് എന്ത്? ആർട്ടറി. ദ ഫിൽറ്റേർഡ് ബ്ലഡ് റീച്ചസ് ദ വെന കാവ ത്രൂ ദ റെറ്റിനൽ വെയിൻ. ഫിൽറ്റേർഡ് ബ്ലഡ് വെന കാവയിലെത്തി റെറ്റിനൽ വെയിൻ വഴി എത്തുന്നു. Urine formed in the kidney reaches the urinary bladder through the uterus and expelled out through the urethra. യൂറിൻ എവിടെ? യൂട്രസ് വഴി ഇറങ്ങി വന്ന് യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. അത് പുറത്തേക്ക് പോകുന്നത് യുറീത്ര വഴിയാണ്. അത്രയേ ഉള്ളൂ. അതിൻ്റെ പ്രോസസ്സ് ഞാൻ പറയാം. ബ്ലഡ് ഹൈ പ്രഷറായിട്ടുള്ള ബ്ലഡ് നമ്മുടെ കിഡ്നിയിൽ എത്തണത് എങ്ങനെയാണ് എത്തുന്നത്? റെറ്റിനൽ ആർട്ടറി വഴി എത്തുന്നു. ആ വഴി റെറ്റിനൽ ആർട്ടറി വഴി എത്തി നമ്മുടെ അയോട്ടയുടെ ബ്രാഞ്ചാണ് ആർട്ടറി കേട്ടോ.
എത്തിയിട്ട് ആ ഫിൽട്ടർ ചെയ്ത ബ്ലഡ് വെനേക്കാവ വഴി പുറത്തേക്ക് പോകുന്നു. ആർട്ടറി വഴി വന്നിട്ട് വെനേക്കാവ വഴി പോകുന്നു, ആർട്ടറി വഴി വന്നിട്ട് വെനേക്കാവ വഴി പോകുന്നു. അത് ഓർത്തിരിക്കാൻ എ ബി എന്ന് ആലോചിച്ചാൽ മതി. എ അല്ലേ ഫസ്റ്റ് വരുന്നത്, അപ്പോൾ ആർട്ടറി കൂടെ വന്ന് വെനേക്കാവ വഴി പുറത്തേക്ക് പോകുന്നു. എക്സ്പെൽഡ് ഔട്ട്. അതെ, ഏത് കൂടെയാണ് എക്സ്പെൽ ചെയ്യുന്നത്? യുറീത്ര വഴി. അതെങ്ങനെ വരണത്? കിഡ്നിയിൽ എങ്ങനെ വരണത്? യൂട്രസ് വഴി. ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, ഈ വരയാണ്, ഈ ഒരു പൈപ്പ് പോലുള്ളതാണ് യൂട്രസ്. യുറീത്ര വഴി യുറീത്രയിലേക്ക് എത്തുകയാണ് ചെയ്യണത്. യൂത്ര വഴി പുറത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ കിഡ്നിയിൽ നിന്ന് നമ്മുടെ യുറീത്രയ്ക്ക് എങ്ങനെ എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്രസ് വഴി. യൂട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് പോലെ. യൂട്രസ് വഴി യൂറിനറി ബ്ലാഡറിലെത്തുന്നു. ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞാൽ യുറീത്ര വഴി പുറത്തേക്ക് പോകുന്നു. ദിസ് ഈസ് എ പ്രോസസ് ഓഫ് നമ്മുടെ യൂറിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 3 പാർട്ട്, നമ്മുടെ കിഡ്നീനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? കോർട്ടെക്സ്, മെഡുല, പെൽവിസ്. കോർട്ടെക്സ്, മെഡുല, പെൽവിസ്, അങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് കാണുന്ന പാർട്ടാണ്. ലൈറ്റ് കളേർഡ്, അതിൽ മാർക്ക് ചെയ്ത് കണ്ടില്ലേ, ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി. അൾട്രാ ഫിൽറ്റേഴ്സസ് ഓഫ് ദ നെഫ്രോൺസസ് ആർ ഫൗണ്ട് ഹിയർ. നെഫ്രോൺസസിൻ്റെ അൾട്രാ ഫിൽറ്റേഴ്സൊക്കെ ഈ ഔട്ടർ പാർട്ടിലാണ് കാണുന്നത്. ലൈറ്റ് കളേർഡാണ് കേട്ടോ. ഡാർക്ക് കളർ സെൻറ്ററിലാണ് ഡാർക്ക് വരുന്നത്. ഈ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ്, കിഡ്നിയുടെ ആ പാർട്ടിനെയാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് ദ നെഫ്രോൺസസ് ആർ ഫൗണ്ട് ഹിയർ. ഇനി അടുത്തത് മെഡുല. മെഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി. ലോങ് ട്യൂബ്യൂൾസസ് ഓഫ് നെഫ്രോൺസ് ആർ ഫൗണ്ട് എന്ന് പറഞ്ഞാൽ മെഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ പാർട്ടിലാണ് കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ ഡാർക്ക് കളറാണ്, ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി. ലോങ് ട്യൂബ്യൂൾസസ് ഓഫ് ദ നെഫ്രോൺസസ് ആർ ഫൗണ്ട് ഹിയർ. മറ്റേ നമ്മുടെ കോർട്ടെക്സിൽ അൾട്രാ ഫിൽറ്റേഴ്സ്, നെഫ്രോൺസിൻ്റെ അൾട്രാ ഫിൽറ്റേഴ്സ് ആണ് കാണുന്നത്. മറ്റേതിൽ ലോങ് ട്യൂബ്യൂൾസസ് ഓഫ് ദ നെഫ്രോൺസസ് ആണ് സീൻ ചെയ്യുന്നത്. അടുത്തത് പെൽവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ വിച്ച് യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോ ഇൻ ടു എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, കിഡ്നിന്ന് നമ്മുടെ യൂട്രസ് വഴി പുറത്തേക്ക് വരുന്നില്ലേ, ആ ഒരു ഫ്ലോനെയാണ്, ആ ഒരു ഫ്ലോ നടക്കുന്ന ആ പാർട്ട് എന്ന് വെച്ചാൽ അത് ഏത് കൂടെയാണ് വരുന്നത്? പെൽവിസ് വഴിയാണ് കിഡ്നിയുടെ ഉള്ളിൽ നിന്ന് വരണത്. അപ്പോൾ ആ പെൽവിസിന് ആ റീജിയൻ വേർ യൂറിൻ ഫിൽറ്റർ ചെയ്തിട്ടുള്ള യൂറിൻ പുറത്തേക്ക് ആക്കുന്നത്. ഫിൽറ്റർ ഫ്ലോ എന്ന് വെച്ചാൽ യൂറിൻ പുറത്തേക്ക് വരുന്നത് പെൽവിസ് വഴിയാണ്. കിഡ്നിന്ന് പുറത്തേക്ക് വരുന്നത് പെൽവിസ് വഴിയാണ്. മെഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാർക്ക് കളേർഡാണ്. പിന്നെ എന്താണ്, ലോങ് ട്യൂബുൾസ് ഓഫ് നെഫ്രോൺസസ് ചെയ്യുന്നത്. മറ്റേതിൽ എന്താ കാണുന്നത്? അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് ദ നെഫ്രോൺസസ് ആർ ഫോൺ. അപ്പോൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കോർട്ടെക്സ്, മെഡുല, പെൽവിസ്. ഇതെന്തായാലും ചോദിക്കാം. നെഫ്രോൺസസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ 4 പോലെ കാണുന്നതാണ് നെഫ്രോൺസസ്. ഇനി അടുത്ത പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. Thank you. Have a nice day.